അസ്സലാമു അലൈക്കും. സാജിദ് രങ്ങാടിയല്ലേ? അതെ. ഞാൻ നീലേശ്വരത്ത് നിന്ന് വിളിക്കുകയാണ്, ഇറാഷ്. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളെ പരിപാടി അവിടെ നിന്ന് കേട്ടൊരു വ്യക്തിയാണ്. ഹലോ. അടുത്ത കാലത്ത് സുന്നിയിൽ നിന്ന് വന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടിട്ട് ഒരു ചെറിയ സംശയങ്ങളുണ്ട്. അത് നിങ്ങളോട് ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ നേരെ ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഇന്നലെ പറഞ്ഞ പ്രകാരം, അതായത് ശബ്ദം കേൾക്കുന്ന പരിധിയിലെ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അത് അഭൗതികമല്ല, ശിർക്കല്ല എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭൗതികമല്ല, അത് കാര്യകാരണ ബന്ധത്തിനപ്പുറമല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ? അത് ഞാൻ ഉദ്ദേശിച്ച ഒരു ഉദ്ദേശമല്ല. അതായത് അവിടെ ഇസ്ലാം മാസികയിൽ എഴുതിയ പരാമർശവും അതേപോലെ തന്നെ പിന്നെ പൂർവകരായ സലഫി പണ്ഡിതന്മാര് ഈ ആശയവുമായി ബന്ധപ്പെട്ട ഇബാദുൽ എന്ന ഹദീസിന്റെ ആശയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പിന്നെ സലഫി പണ്ഡിതന്മാരും അതുപോലെ തന്നെ കേരളത്തിലെ ഹുസൈൻ സലഫി, അബ്ദുറഹ്മാൻ സലഫി, അതുപോലെ തന്നെ സക്കരിയ സലാഹി പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു മറുപടിയാണെന്ത്, ഒരിക്കലും നമുക്ക് വിജനമായ ഒരു പ്രദേശത്ത് ജിന്നുകളാകട്ടെ മലക്കുകളാകട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വേറെ ഏതെങ്കിലും വ്യക്തികളാകട്ടെ അവരെ വിളിച്ചൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ദ്വാ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, ഇസ്തിഹാസയുടെ പരിധിയിൽ ഒരു സഹായത്തായിട്ട് അവരോട് ചോദിക്കാൻ പാടില്ല. കാരണം അത് അങ്ങനെ ചോദിച്ചാൽ അത് എന്താണ്, ശിർക്കാണ്. എന്നാൽ വിജനമായ പ്രദേശത്ത് ഒരാള് പിന്നെ വഴി അറിയാതെ, അഥവാ വിജനമായ പ്രദേശം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, പിന്നെ അവിടെ ഹദീസിൽ തന്നെ കാണാം മരുഭൂമി എന്നാണ്. അപ്പൊ ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഇബാദുള്ള ഈ നൂനി അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ, അല്ലെങ്കിൽ യാ ഇബാദുള്ള യഹ്ബിസൂനി യർഹമുക്കുമുള്ള, എന്റെ വാഹനം ഒന്ന് പിടിച്ചു നിർത്തും, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ എന്ന് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാത്ത, എന്നാൽ അള്ളാഹു താല അവിടെ ആ ഹദീസിലുള്ള വിശദീകരണമാണ് പറയുന്നത്, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ട മൃഗങ്ങളെയും അല്ലെങ്കിൽ തെറ്റിയ വഴി കാണിച്ചു കൊടുക്കാനും ഏർപ്പെടുത്തിയ മലക്കുകൾ, അവിടെ സ്ഥലത്ത് ആളുള്ള മലക്കുകൾ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ അതുപോലെ മുസ്ലിം ജിന്നുകളും അവിടെ ഉണ്ടെങ്കിൽ ആ വിളിച്ചു പറയുന്ന ശബ്ദപരിധിയിൽ അവർ കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് യാ ഇബാദുള്ള എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ എന്തില്ല, ശിർക്കില്ല. അത് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള ഒരു സഹായ അഭ്യർത്ഥനയുമല്ല. എന്നാൽ അത് നമുക്ക് അനുവദനീയമാണോ? അനുവദനീയവുമല്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട സനദ് അതിലില്ല. അതായത് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൗഖൂഫായി വന്ന ഹസനായ റിപ്പോർട്ടാകട്ടെ, തബ്റാനിയിൽ നിന്ന് വന്നപ്പെട്ടുള്ള ദുർബലം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ലൈഫായ റിപ്പോർട്ടാകട്ടെ, ഏതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേർക്ക് നേരെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തുള്ള സലഫി പണ്ഡിതന്മാര് ജുംഹൂറത്തുൽ ഉലമാഇന്റെ അഭിപ്രായമായി തന്നെ പറയപ്പെടുന്നത്, വിജനമായ ഒരു പ്രദേശത്ത് ഒരാളകപ്പെട്ടാൽ യാ ഇബാദുല്ലാഹി എന്ന് വിളിച്ചു പറയാൻ നമുക്ക് അനുവാദമില്ല. പക്ഷേ ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് ആ ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. എന്നാൽ അത് നമുക്ക് ജായിസുമല്ല. പക്ഷെ അതിന്റെ ആശയത്തിൽ മത്നിൽ ശിർക്കില്ല. അതുകൊണ്ട് തന്നെ തർക്കത്തിലിരിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുബൂരി പണ്ഡിതന്മാർ തെളിവാക്കിയാൽ അവർക്ക് നമ്മൾ നൽകി പോരേണ്ട മറുപടി എന്താണ്? നിങ്ങളുടെ വിഷയത്തിൽ അവർ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് തെളിവില്ല. കാരണം നിങ്ങൾ മരിച്ചുപോയ മൊയ്തീൻ ശേഖിനെ വിളിക്കുമ്പോൾ അവിടെ മൊയ്തീൻ ശേഖ് ഹാജറല്ല, അദ്ദേഹം ഗായിബാണ്, അദ്ദേഹത്തെ ഹയ്യല്ല. എന്താണ്? അദ്ദേഹം ജീവിച്ചിരിക്കുന്നതല്ല, അദ്ദേഹം മരിച്ച ആളാണ്. പിന്നെ അദ്ദേഹം ഖാദിറല്ല. കാരണം എന്താ? മരണപ്പെട്ടു പോയ ഒരാൾക്ക് നമ്മൾ വിളി കേൾക്കാനോ നമ്മളെ സഹായിക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഒരു കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, ഇല്ലാത്ത ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നത്. രണ്ട്, മൂന്ന്, ഈ ചോദ്യം തികച്ചും എന്താണ്? കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, തികച്ചും അഭൗതികമാണ്. കാരണം എന്താ? പടച്ചോനെ വിളിക്കുന്ന അതേ ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ഒരു മരണപ്പെട്ടു പോയ ഒരാൾ വിളിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ ഉദ്ദേശങ്ങളൊന്നും എന്തില്ല, ഈ ഹദീസ് ലൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ യാ ഇബാദുല്ലാഹ് എന്ന് പറയുമ്പോൾ വരുന്നില്ല. എന്നാൽ നമുക്കത് അനുവദനീയമാണെന്ന് വെച്ചാൽ അനുവദനീയമല്ല. അതുകൊണ്ട് നമ്മൾ കടലിലാകട്ടെ കരയിലാകട്ടെ മരുഭൂമിയിലാകട്ടെ അവിടെ വെച്ചൊക്കെ വിളിക്കേണ്ടത് യാ ഇബാദുല്ലാഹ് എന്നല്ല, യാ അല്ലാഹ് എന്നല്ല.
പക്ഷെ ഇത് വിശദീകരിക്കുമ്പോൾ ഇതിന് ശിർക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചുകൊണ്ട് അമൽ ചെയ്തിട്ടുള്ള പൂർവികരായ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഇസ്ലാമിക ലോകത്ത് അനവധി ഹദീസുകൾ നൽകി നമുക്ക് പിന്നെ കൃത്യമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും ചെയ്ത പ്രഗത്ഭരായ ഇമാം നബിയെ പോലെയുള്ള ആളുകൾ, അഹ്മദ് ബിൻ ഹംബലിനെ പോലെ ആളുകൾ, ഷൗക്കാനിയെ പോലുള്ള ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ ഇന്ന് വരെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലെ അഖീദയിൽ ഒരു ഇഞ്ച് പോലും തെറ്റിയിട്ടില്ല എന്ന് മുസ്ലിം ലോകം ഏകകണ്ഠമായി അഭിപ്രായപ്പെടുന്ന ഈ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസ് വെച്ച് അമൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഇത് ശിർക്കാണ് നമ്മൾ പറഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നത്, അവര് മുശ്രിക്കാണോ, ശിർക്ക് ചെയ്തോ എന്ന് ചോദിക്കും. അപ്പൊ ശിർക്ക് ചെയ്തു എന്ന് പറയാം. അപ്പൊ ശിർക്ക് ചെയ്ത ഒരാൾ മുശ്രിക്കല്ലേ? അതെ. അപ്പൊ അയാളിൽ നിന്ന് വന്ന 15,000-ഓളം ഹദീസുകൾ സ്വഹിയായ ഹദീസുകൾ എടുത്തോളൂ, ഐഫോടെ കിടക്കട്ടെ, സ്വഹിയായ ഹദീസുകൾ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു, നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കത്തിക്കണ്ടേ, ചീറ്റിടണ്ടേ, ഒഴിവാക്കണ്ടേ? അപ്പൊ അത് മുഴുവൻ ആശയക്കുഴപ്പത്തിലേക്കും ഇന്ന് വരെ നമ്മൾ പുലർത്തി പോകുന്ന തൗഹീദിന്റെ ആ പ്രതിബദ്ധതയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? തകർന്നു പോകും. അത് ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ച ഒരു അപകടമാണ്. ഇന്ന് 2012 ഫെബ്രുവരി അനീഫ് കൂടി അനസ്വരെയും ഈ കേരളക്കരയിലേക്ക് മടവൂരികളും ഊരികളും കുറെ കാലം പറഞ്ഞിരുന്ന കാര്യം ഏറ്റുപിടിച്ചത് കൊണ്ട് ഉണ്ടായ സംഭവം. അത് നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്ത് നമ്മൾ തൗഹീദ് അജയ്യമാണ്, നമുക്ക് അങ്ങനെ ജിന്നിനെ മലക്കിനെ മഹാത്മാക്കളെ വിളിച്ചിട്ടാണെന്ന വിശ്വാസമല്ല. പക്ഷെ ഒരു വിളി എപ്പോൾ അഭൗതികമാകുന്നു, ഒരു വിളി എപ്പോൾ കാര്യകാരണ ബന്ധത്തിന് അതീതമാകുന്നു, ഒരു വിളി എപ്പോൾ ശിർക്കിലേക്ക് പോകുന്നു, ഇത് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എക്കാലത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇസ്ലാം മാസികയിലൂടെ വന്നപ്പോ ചില മടവൂരികളും കുബൂരികളും എടുത്ത് വിശദീകരിച്ചു. കുറെ കാലം നമ്മൾ മറുപടി പറഞ്ഞപ്പോ പിന്നെ ചില ആളുകൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടും ചില അധികാര സ്ഥാപനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആകാം ഇത് നേരെ ഉൾട്ടാക്കി അവർ പറഞ്ഞത്. പിന്നെ മൗലവി ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്ത് സുന്നിന്ന് വന്നുകൊണ്ട് നമുക്ക് ഈ ആവാതെ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും അധികം അറിയില്ല. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എത്രത്തോളം അറിയാം. നമ്മൾ ഈ സുന്നിയിലേക്ക് വരുമ്പോൾ നമ്മളെ വിശ്വാസം അള്ളാഹ് അല്ലാത്തവർ ആരെ വിളിച്ചാലും ശിർക്ക് എന്നാണ്. ജിന്നും മലക്കനെ എങ്ങനെ വിളിച്ചാലും ശിർക്ക് എന്നായിരുന്നു. അതെ അതെ, അങ്ങനല്ല. അല്ലല്ലാത്ത ആരെ വിളിച്ചാലും ശിർക്ക് എന്ന ഒറ്റയ്ക്ക് ആരെ വിളിച്ചാലും ശിർക്കാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്ത് ശിർക്കാനല്ലേ? അല്ല അങ്ങനെയല്ല, നമ്മുടെ എങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു മിനിറ്റ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒഴുക്കൻ മട്ടത്തിലൊരു വാക്കാണെങ്കിൽ ഞാൻ അല്ലല്ലാത്ത ആരെ വിളിച്ചാലും ശിർക്കാണെന്നാണ് നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ ഇപ്പൊ നിങ്ങൾ എനിക്ക് വിളിച്ചത് ശിർക്കാണ്ടേ? അല്ല, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള രീതിയിൽ ആരോട് സഹായം ചെയ്താൽ ശിർക്കാണ്, അതാണ് പ്രാർത്ഥന എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതെ, അവിടെയാണ് അതിന്റെ ഹുക്മ് കിടക്കുന്നത്. അതായത് കാര്യകാരണ ബന്ധത്തിന് അതീതം, അഭൗതികം, അദൃശ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കാണാത്തത് എന്ന അർത്ഥത്തിലല്ല. കണ്ണിൽ കാണാത്തെന്ന അർത്ഥത്തിലാണെങ്കിൽ നിങ്ങളിപ്പോ എന്നോട് വിഷയം ചോദിച്ചു ഫോൺ ചെയ്തതും യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ എന്നെ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കണ്ണിന് ഞാൻ അഭൗതികമാണ്. ഇപ്പൊ നമ്മളെന്നാലും ഫോണിലൂടെ ഒരു കാര്യകാരണ ബന്ധമില്ല. അതെ, അപ്പൊ കാര്യകാരണ ബന്ധമുണ്ട്. ഇതുപോലെ ഈ മരുഭൂമിയിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പറയുമ്പോൾ എനിക്ക് നമ്മളിപ്പം ഈ ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് റസൂല് പറഞ്ഞു നമുക്ക് ഉറപ്പില്ലാത്തതാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് സനദ് ചേർക്കപ്പെടാത്ത ഹദീസുകൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. റസൂല് പറഞ്ഞതാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. ആയിക്കോട്ടെ, നമുക്ക് അതൊന്നിനും തെളിവും പറ്റൂലല്ലോ. അതെ, ആയിക്കോട്ടെ, നമ്മളാരും അത് വെച്ച് ജില്ലയിലേക്ക് വിളിക്കാന്ന് പറയുന്നില്ലല്ലോ. പക്ഷെ ആ വിളിയിൽ ശിർക്കുണ്ടോ ഇല്ല എന്നുള്ള തർക്കം, അല്ലാതെ അനുവദനീയാണോ അല്ലെന്നല്ല. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞ രീതിയിൽ, അതായത് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ കാര്യകാരണ ബന്ധത്തിൽ പെടും എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട് അതിൽ. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു ന്യായമായിട്ടില്ല. കാരണം ഹദീസ് ദുർബലാണ്, പിന്നെ ഹദീസ് പറയേണ്ട ആവശ്യം. അതെ, ഓക്കെ, അതല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് നമ്മളല്ല ചർച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അല്ല, സമൂഹത്തിൽ ഈ ഹദീസ് ചോദിക്കട്ടെ ഒരു മിനിറ്റ്, ഈ ഹദീസ് സമൂഹത്തിൽ ഇന്നല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. 1200 കൊല്ലമായി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവ് നേർക്കുനേരെ കിട്ടാതെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ദുർബല റിപ്പോർട്ടുകൾ എടുത്ത് കുബൂരി പണ്ഡിതന്മാർ ചോദിക്കുന്നു. അതായത് ഒരു മനുഷ്യരും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ കാണാത്ത അദൃശ്യ സൃഷ്ടികളായ ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ മലക്ക് ജിന്ന് എന്ന റിപ്പോർട്ടിൽ അവർ കൂട്ടിച്ചേർക്കുകയാണെന്ത്, അതിന് വികാലുടെ കൈപ്പ് അഥവാ അദൃശ്യ സൃഷ്ടികൾ എന്ന് പറയുന്ന മഹാത്മാക്കളുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് അള്ളാഹ് വിളിക്കുമ്പോ മഹാത്മാക്കളെ വിളിക്കാൻ തെളിവാണ് എന്ന് ഇവർ ഒരു മിനിറ്റ്. അപ്പൊ അവർ ഇത് ഉദ്ധരിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഈ വിശദീകരണത്തിൽ ദുർബലമായ ഹദീസാണെങ്കിലും പൂർവികരായ ആളുകൾ എന്താണോ അതിന് കൊടുത്ത മറുപടി, ആ മറുപടി നമ്മൾ കൊടുക്കാവൂ. മറുപടി നമ്മൾ ഇന്നലെ പറയുമ്പോ ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെല്ലാം എനിക്ക് മനസ്സിലായി. അതെ, അത്രേ ഉള്ളൂ. ഇത് ഒരു ഡൗട്ട് വരുന്നുണ്ട് എനിക്ക്. ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത് എന്റെ ഡൗട്ട് ചോദിക്കാനാണ്. വിശദീകരണമൊക്കെ ഞാൻ ഇന്നലെ കേട്ടതാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മ ഇപ്പൊ ഈ തൗഹീദിലും ശിർക്കിലും മുസ്ലിമെന്നോ കാഫിറോന്നോ ഇല്ലല്ലോ. അതായത് അള്ളാഹുവിൽ ആരെ പങ്കു ചേർത്താലും ശിർക്കാണല്ലോ. അപ്പോ ഇപ്പൊ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാലും ശിർക്ക്, നബിയോട് പ്രാർത്ഥിച്ചാലും ശിർക്ക്, ജീവിച്ചിരിക്കുന്ന മുഹമ്മദിനോട് ചോദിച്ചാലും ശിർക്കില്ല, റിക്കോരനോട് ചോദിച്ചാലും ശിർക്കില്ല. അപ്പം ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലെ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശിർക്കാവില്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലെ പിശാചിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാവോ?
പിശാചിനോട് നമുക്ക് ഒരു അള്ളാഹു ഒരു പിശാചിനെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ടല്ലോ. അതെ. മരുഭൂമിയിലെത്തുമ്പോ ഞാൻ പിശാചി എന്നെ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞാലും ശിർക്കാവില്ലല്ലോ. അതെ, അത് കുഫറല്ലേ വരിക. അത് കുഫറും. അപ്പൊ അതായത് കാര്യകാരണം അപ്പുറമൊന്നും വരുന്നില്ലല്ലോ അതില്. അത് ഓക്കെ. ഒരു ചോദിക്കട്ടെ, ഒരു മുസ്ലിമാണല്ലോ അള്ളാഹു താല പിന്നെ എന്ത് ചെയ്യുന്നത്? ഒരു മുസ്ലിമിനെയാണ് അള്ളാഹു താല എന്ത് ചെയ്യുന്നത്? സഹായിയാക്കുന്നത്. എന്നാൽ ഒരു പിശാചിന് ഒരിക്കലും ഒരു മുസ്ലിമിനെ സഹായിക്കാനോ അല്ലെങ്കിൽ പിശാചിന് നന്മ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നന്മ കൊടുക്കാനോ കഴിയില്ലല്ലോ. പിശാചി എന്ന് പറയുന്നത് ഇന്ന ശൈത്വാനക്കും അതുവും ഫത്തഹിദു അതുവെന്നാ ഖുർആൻ പറഞ്ഞത്. മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ് അവൻ. അപ്പൊ ആ മുഖ്യ ശത്രുവായ ഒരുത്തനോട് നമ്മളൊരു മുസ്ലിമായ ഒരാൾ സഹായം തേടാന്ന് പറഞ്ഞ സത്യത്തിൽ അവിടെ തക്കറുബ് വരും. എന്താണ്? എന്ത് വിനയം വരും. അല്ലാണ്ട് അപ്പൊ നിങ്ങളെ എപ്പോഴും ആക്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റ് പീഡിപ്പിക്കുന്ന നിങ്ങളൊരു ശത്രു, ആ ശത്രുവിനെ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ അവനെ സഹായിക്കാൻ ചോദിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളെ മനസ്സിലെന്താണ്ടാല് അവനെ അങ്ങേയറ്റം വെറുപ്പുള്ള ഒരാളാണ് നിങ്ങള്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് അവനോട് സഹായം ചോദിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ എന്ത് വരും? വിനയം ഉണ്ടാവും. അവനെ എന്റെ മനസ്സിൽ അങ്ങനെ ഇല്ലാന്ന് കൂട്ടിക്കോ. ഞാൻ മരുഭൂമിയിൽ എത്തുമ്പോ സഹായിക്കണേ ആ ഇബാദല്ലാന്ന് ഉറച്ചിട്ട് വിളിക്കുമ്പോൾ എന്റെ ഉദ്ദേശം ശബ്ദം കേൾക്കുന്ന പരിധിയിലെ മലക്കളോ ജിന്നനോ മനുഷ്യനോ പിശാചോ ആണ്. പിശാചോ എന്ന ഹദീസിലല്ലോ നിങ്ങൾ പറയുന്ന ഹദീസ്. നമ്മൾ പറയും ഇവിടെ ചർച്ച ചെയ്തു പോലും ഹദീസല്ല ചോദിച്ചത്. ഹദീസ് ദുർബലാണ്, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാനില്ല. ഞാൻ നിങ്ങൾ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. എന്താ വെച്ചാൽ ശബ്ദം കേൾക്കുന്ന പരിധിയിലെ കാര്യകാരണ ബന്ധത്തിന് അപ്പുറം വരില്ല എന്നതാണ് പോയിന്റ് നിങ്ങൾ പറയുന്നതിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ പിശാചും കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് വരില്ലല്ലോ. ഇല്ല, അതായത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് വരൂല. കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് വരൂല എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ശൈത്താന് അല്ല ഏതെങ്കിലും മലക്കിന് ഏതെങ്കിലും ജിന്നല്ലോ പിന്നെ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന എന്താണ്? അവിടെ ഹാദറുള്ള ഹയ്യുള്ള ഖാദിറുള്ള എന്നുള്ള. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചർച്ചയില്ല. എന്തുകൊണ്ട് വെച്ചാൽ അതൊന്ന് ദുർബലാണ്. നമ്മൾ അത് വെച്ച് അമൽ ചെയ്യാൻ പറയുന്നില്ല. അല്ല, അത് നമ്മൾ തർക്കമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ തന്നെ ഹദീസിന്റെ കാര്യം എനിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. അത് ദുർബലമാണ്, അത് വിട്ടെ. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞ ഈ പോയിന്റ് ആകുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. അപ്പൊ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ പലരും ചോദിക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ പിശാചിനോട് സഹായം ചോദിച്ചു. അപ്പൊ ഒരു കൂട്ടർ നിങ്ങളിൽപ്പെട്ട തന്നെ ഒരു കൂട്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ശിർക്കാവുന്ന ഒരു കൂട്ടർ പറഞ്ഞു. ഒരാൾ പറഞ്ഞത് ശിർക്കാവില്ല, പിശാചിന്റെ കഴിവിൽപ്പെട്ടതാണ്, അബൗദികത വരില്ല എന്നതിൽ അങ്ങനെ പറയുന്നുണ്ട്. പിശാചിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണോ അല്ല എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവിടെ ഞാൻ ചോദിക്കട്ടെ, പിശാചിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണോ എന്ന് വെച്ചാൽ നമ്മളെ കൂടെ അല്ലാഹു തആല വെച്ച കരിയിന് ആ ശൈത്താൻ നമുക്ക് എല്ലാം ചെയ്തു തരാൻ കഴിയുന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ വിളിച്ചു തേടിയാൽ ജിന്നുകൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്നു അല്ലാഹു റസൂലും പറഞ്ഞില്ലല്ലോ. എങ്ങനെ? ആരെ പറഞ്ഞത്? എവിടെയല്ലത് പറഞ്ഞില്ല? ഖുർആനിൽ ഒരു മുസ്ലിം ഒരു ശൈത്താനോടായിട്ട് ജിന്നിനോടായിട്ട് വിളിച്ചു തേടിയാൽ സഹായിക്കാൻ പറ്റുന്ന എവിടെ പറഞ്ഞത്? നിങ്ങളാണ് പറഞ്ഞത് ജിന്നുകൾക്ക് പറ്റുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു അപ്പൊ ആര് പറഞ്ഞു ജിന്നുകൾക്ക് പറ്റുന്നു? അപ്പൊ ജിന്നുകൾക്ക് പറ്റൂല എന്ന് ഉറപ്പിച്ചോ? അതെ, ജിന്നുകൾക്ക് പറ്റുന്ന ആരാ പറഞ്ഞത്? അതായത് ജിന്നുകൾക്ക് ഇമാം അഹ്മദ് ഹംബലി 5 പ്രാവശ്യം ഹജ്ജിന് പോയ സമയത്ത് ഒരിക്കൽ വൈദ്യുതി വഴി തെളിഞ്ഞു വന്നു. അപ്പൊ ആരാ സഹായിച്ചവരെ? അവർ അപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞു ഈ ഹദീസിനെ പറ്റി ഞാൻ ചർച്ചയ്ക്കില്ല. അപ്പൊ ഇമാം അഹ്മദ് ഹംബലി ചർച്ച ചെയ്തത് ഈ ഹദീസിനെ പറ്റിയാ. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ഈ ഹദീസിൽ വെക്കി അല്ലെങ്കിൽ ഹദീസ് അല്ല വേറെ ഒരു ചർച്ച എന്ന് പറയും. അപ്പൊ ഇമാം അഹ്മദ് ഹംബലിന്റെ ചരിത്രം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വിടാം നമുക്ക്. ഒന്നുകിൽ നിങ്ങൾ ഈ ഹദീസ് എടുക്കുക അല്ലെങ്കിൽ മറ്റതെടുക്കുക. രണ്ടാലും ഒന്നിനും ഉറച്ചിട്ട് നമുക്ക് ഹദീസ് വേണ്ട. ഹദീസ് വേണ്ട. അപ്പൊ എന്ന് പറഞ്ഞാല് ഇത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് വിജന പ്രദേശത്ത് നമ്മൾ രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ മലക്കിനെ ഉദ്ദേശിച്ചാൽ തന്നെ അവർ കേട്ടാൽ തന്നെ അവർക്ക് സഹായിക്കാൻ പറ്റുമോ പറ്റൂലയോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ചർച്ചയില്ല. നിങ്ങളിപ്പോ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പറ്റൂല. ഹദീസ് ദുർബലാണ്, ഹദീസ് ചർച്ച വേണ്ട. അതുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരിക്കലും തന്നെ അത് പറ്റൂല. എന്ത് പറ്റൂലാന്ന്? അവർക്ക് സഹായിക്കാൻ പറ്റൂലാന്ന്? അവർക്ക് സഹായിക്കാൻ പറ്റൂല. അവരോട് ചോദിക്കാനും പറ്റൂല, അവർക്ക് സഹായിക്കാനും പറ്റൂല. നമ്മളിവിടെ ആരും ചോദിക്കില്ല. മുജാഹിദുകൾ ആരും ജിന്നിനും മലക്കും വിളിക്കൂല. അതൊക്കെ അപ്പൊ പറഞ്ഞാൽ വിളിച്ച ഇപ്പോ SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എന്നോട് പറഞ്ഞെന്താ അറിയോ? ഞാൻ അള്ളാനെ വിളിക്കല്ലോന്ന്. പക്ഷെ പ്രശ്നം മരിച്ചവർ വിളിച്ചാൽ ശിർക്കാവൂല എന്ന് പറയുന്നതാണ് പ്രശ്നം. അയാൾ അള്ളാനെ വിളിക്കില്ല. അതുപോലെ അള്ളാനെ മുജാഹിദുകൾ വിളിക്കുന്നില്ല. പക്ഷെ ഒരു വിഭാഗം ശിർക്കല്ലാന്നും ഒരു വിഭാഗം ശിർക്കും പറയുമ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത്. ആരാ പറഞ്ഞത്? ആരാ ശിർക്കല്ല എന്ന് പറഞ്ഞത്? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസിനെ പറഞ്ഞിട്ടുള്ളൂ. ഹദീസ് ചർച്ചയില്ലാന്ന് ഇപ്പൊ നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് എത്തിയതല്ലേ? ദുർബലാണ്. അത് അള്ളാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ദുർബലായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിശ്വസിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ആയിക്കോട്ടെ. നിങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യം എന്താ? അതായത് ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലെ ജിന്ന് അബോധികമല്ലെങ്കിൽ
കാര്യകാരണ ബന്ധത്തിൽ പെട്ടതാണെങ്കിൽ പിശാചും കാര്യകാരണ ബന്ധത്തിൽ പെട്ടതാണല്ലോ. അപ്പൊ ഒരു ജാഹിലായ ഒരു മനുഷ്യൻ ഇങ്ങനെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലെ പിശാചോ ജിന്നോ മലക്കോ സഹായിക്കട്ടെ എന്റെ ഉറക്കെ രക്ഷിക്കണേന്ന് വിളിച്ചു. അങ്ങനെയല്ല നീ അള്ളാന്റെ അടിമകളെ സഹായിക്കണേന്ന് ഉറക്കെ വിളിച്ചു. അള്ളാന്റെ അടിമകളെ സഹായിക്കണമെന്ന് ഉറക്കെ വിളിച്ച് ഓന്റെ വിശ്വാസം എന്ന് പറഞ്ഞാല് ഞാൻ വിളിക്കുന്നതിന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തൊന്നുമില്ല, ഞാൻ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്നാ വിശ്വസിക്കുന്നതെന്നാണ് അവന്റെ വിചാരം. അതെ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. പാടില്ല എന്നല്ല ചോദിക്കുന്നത്, ശിർക്കാവോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ അനുസരിച്ചുണ്ടാവും അതാണ് ചോദിക്കുന്നത് ഞാൻ. ആ മനുഷ്യന്റെ മനസ്സിലേക്കനുസരിച്ചുണ്ടാവും. ആ മനുഷ്യന്റെ മനസ്സിൽ അവിടെ പിന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്ന് മലക്ക് എന്നിവരുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാള് വിളിക്കുകയാണെങ്കിൽ അത് സത്യത്തിൽ എന്താണ്? ഒന്ന് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു തേറ്റമാണ്, നിങ്ങളുടെ വാദപ്രകാരം പറയുന്നത് റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഒരു തേറ്റമാണ്. ഒന്ന്. രണ്ട്, അവന്റെ ശബ്ദപരിധിയിൽ അങ്ങനെ ജിന്നും മലക്കും ഉണ്ട് എന്ന് ഒരിക്കലും തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാനിത് നിങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. മനസ്സിലായി? അല്ലാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് മരുഭൂമിയിലാട്ടെ മറ്റോർത്താട്ടെ ജിന്നും മലക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ തെളിവ്? തെളിവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ജാഹിലായ മനുഷ്യൻ വലിയ അറിവില്ലാത്ത ഒരു മനുഷ്യൻ മരുഭൂമിയിലെത്തുമ്പോൾ ആരും കാണുന്നില്ല. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ മനുഷ്യനോ മലക്കോ ജിന്നോ ഉണ്ടെങ്കിൽ സഹായിക്കണേന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? അയാളെ മനസ്ഥിതിക്ക് മനസ്ഥിതിണ്ടെങ്കിൽ അയാൾ ശിർക്ക് ചെയ്തു. പ്രാർത്ഥനയില്ല, അയാൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ ഭൗതികമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന കഴിവ്. അതെ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് അവരുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാള് അയാൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും അയാള് മരിച്ചുപോയ മഹാത്മാക്കളല്ല, ജീവിച്ചിരിക്കുന്ന ഒരു ജിന്നോ അല്ലെങ്കിൽ ജീവനുള്ള ഒരു മലക്കോ എന്റെ ശബ്ദപരിധി ഉണ്ട് എന്ന് അയാള് വിശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അതിനുള്ള ഉത്തരം മൂന്നെണ്ണമാണ്. ഒന്ന് അല്ലാഹു റസൂൽ നമ്മൾ കൽപ്പിച്ചിട്ടില്ല. അത്. രണ്ട്, അങ്ങനെ ഒരു ജിന്നും മലക്കും ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്ത് വിളിക്കാം എന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത് അത് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നെന്താണ്? അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം. അതുകൊണ്ട് അത് നമുക്ക് ഹറാമാണ്. പിന്നെ അത് പ്രാർത്ഥന ശിർക്കിലേക്കുള്ള വസീലത്ത് ശിർക്കാണ്. വസീലത്തിനുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കിലേക്കുള്ള ഒരു മാർഗമാണ്. അയാളുടെ മനസ്സിൽ പ്രാർത്ഥന മനസ്സിലില്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് മുശ്രിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ചോദിച്ചതിനല്ല ഇപ്പൊ നിങ്ങൾ മറുപടി പറഞ്ഞത്. ഞാൻ ചോദിച്ചു തന്നാല് നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ, അതായത് അയാളെ മനസ്സിൽ അബോധികത ഒന്നുമില്ല, ഭൗതികമായ സാഹചര്യം അയാൾ ഉദ്ദേശിച്ച ആളെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളെ ഒറ്റയ്ക്ക് മുശ്രിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഞാൻ മുശ്രിക്കാണെന്ന് ഞാനും പറയുന്നില്ലല്ലോ നിങ്ങളോട്. ഞാൻ ചോദിക്കുന്നത് ആരെ വിളിച്ചാലും ശിർക്ക്, അതായത് ജിന്നിനെയും മലക്കിനെയും വിളിച്ചാൽ ശിർക്കാവില്ല നിങ്ങൾ പറഞ്ഞത്. അതായത് ശബ്ദം കേൾക്കുന്ന പരിധിയില്ല ഭൗതിക സഹായതേട്ടം ജിന്നിനെയും മലക്കിനെ ഉദ്ദേശിച്ച ശിർക്കാവില്ല. അപ്പൊ പിശാചിനെ ഉദ്ദേശിച്ചാൽ ശിർക്കാവോ? ശൈത്താനെ ഉദ്ദേശിച്ചാലും മലക്കിനെ ഉദ്ദേശിച്ചാലും ഒക്കെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിളി എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥന എന്ന പരിധിയിലേക്ക് പോകുന്നത്. അതാണ് ചോദ്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുസ്ലിം ജില്ലകളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. സുലൈമാനബിക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സുലൈമാനബി ചെയ്യിപ്പിച്ചു എന്നതല്ലാതെ മുസ്ലിങ്ങളായ ജിന്നുകളെ മുസ്ലിങ്ങളായ നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന പ്രശ്നമില്ല. ചോദിക്കാൻ പാടുണ്ടോ പാടില്ലോ എന്നല്ല, ശിർക്കാവോ ഇല്ല എന്നല്ലാണ് ഇവിടെ തർക്കം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ശിർക്കാവില്ല എന്ന് തന്നെ പറഞ്ഞത്. എങ്ങനെ ഞാനെന്ത് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല മലക്കുകളോ ജിന്നുകളോ ഉണ്ടെങ്കിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ ഞാൻ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. അല്ലാത്തതിനെ പറ്റി ശിർക്കാവൂല തൗഹീദാവൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു ബുദ്ധി തന്നിട്ടില്ല, നമ്മൾ ബുദ്ധി കൊണ്ട് കുറച്ചെല്ലാം ചിന്തിക്കണ്ടേ? അതെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോ ഈ യുക്തിവാദം ചോദിക്കുന്നത്, അതായത് ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തു. ഹദീസിന്റെ കാര്യം വിടാ, ഏതെങ്കിലും ഒരു കാര്യം ഞാനിപ്പോ ആയിക്കോട്ടെ, ഞാനും അവിടെ വിശദീകരിച്ചത് അത്രേ ഉള്ളൂ. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിച്ചതിന് മൗലവി മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. നേർക്ക് നേരല്ല ചോദ്യമല്ലേ? ഒരാള് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തൊന്നുമില്ല, അയാൾക്ക് ഈ വാദമൊക്കെ അറിയാം. അയാൾ സഹായിക്കണേന്ന് ഉദ്ദേശിക്കുമ്പോൾ മനുഷ്യൻ മലക്ക് ജിന്ന് കൂടെ പിശാചിനെ ഉദ്ദേശിച്ചു. അപ്പൊ ശിർക്കാവോ? അത് പിശാചിനെ ഉദ്ദേശിച്ചാലും മലക്കിനെ ഉദ്ദേശിച്ചാലും അതേപോലെ തന്നെ അവിടെ ശൈത്താനെ ഉദ്ദേശിച്ചാലും കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല എങ്കിൽ ആ വിളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറയുന്നത്? ആ വിളി കേവലം ഹറാമാണ്. ഉദ്ദേശിച്ചാലും അത് ശിർക്കാവില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ല, പിശാചിനെ ഉദ്ദേശിക്കുമ്പോൾ അത് കുഫറും കൂടിയായി. അല്ല, അതെങ്ങനെ കുഫറാണ്? കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തൊന്നും ഇല്ലല്ലോ. ഭൗതിക ജീവിയല്ലേ മനുഷ്യനെ. നമ്മൾ കാണുന്നില്ലെങ്കിൽ മനുഷ്യനെ പോലെ ഒരു ഭൗതിക ജീവിയല്ലേ.
അവിടെ വേറെ ഒന്ന് വരുന്നുണ്ട്, കുഫർ പറഞ്ഞാൽ വിനയം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ വിനയം വന്നിട്ടില്ല. എന്റെ മനസ്സിൽ വിനയം വരാക്കെ നിങ്ങളൊരു ശത്രുവിനോട് നിങ്ങൾ അപേക്ഷിക്കുമ്പോ നിങ്ങളെ മനസ്സിൽ അവിടെ കുഫർ വരില്ലല്ലോ. ഇപ്പൊ RSSകാരനോട് ഞാൻ പറഞ്ഞു റോഡിൽ ഒന്ന് പിടിക്കണേ, ഓ പിടിക്കൂലായിരിക്കും, പക്ഷെ കുഫറോ ശിർക്കാവില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇന്ന ശൈത്താനിലേക്കും അതുപോലെ സത്യഹിതും അതുപോലെ ഖുർആൻ പറഞ്ഞ ഒരു പിശാചിനെ ഒരിക്കലും എന്തല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും അവൻ നമ്മളെ അനുകൂലിക്കുന്ന ആളല്ല, മുസ്ലിമായ ഒരുത്തന. അപ്പൊ ആ ഒരു മുസ്ലിമായ ഒരുത്തന അവിടെ പിശാചിനെ പോലെ ഉദ്ദേശിച്ചാൽ തന്നെ സത്യത്തിൽ അതുണ്ടായി വസീലത്ത് ശിർക്കുമായി ഹറാമുമായി കുഫറുമായി ശിർക്കാവില്ല. കാരണം ഒരു വിളി ശിർക്കാവൂലെന്ന് അയാളെ മനസ്സിലേക്കനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ പറഞ്ഞ കുഫറാകുന്ന അറിയുമ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാല് വെച്ചെത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആ വിളി ശിർക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ മനസ്സിൽ ഉമ്മ കേൾക്കും, എന്റെ ഈ വേദന അറിയുന്ന വിശ്വസിച്ച ശിർക്കന്നെയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ അവിടെ വെച്ചിട്ട് എന്ന് പറയുമ്പോ അയാളെ മനസ്സിലുള്ള എന്താണ് കാര്യങ്ങൾ ബന്ധത്തിന് അതീതമായി അഭൗതികമായി എന്നെ സഹായിക്കുവാൻ ഇവിടെ ഉള്ള ഏതെങ്കിലും സൃഷ്ടികൾക്ക് കഴിയുന്ന വിചാരിച്ച ശിർക്കന്നെയാണ്. ഇതൊന്നും നമ്മൾ തമ്മിൽ തർക്കമില്ല, ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പുറത്തുള്ള ചോദ്യമല്ല, കാര്യകാരണ ബന്ധത്തിൽപ്പെട്ട ചോദ്യം ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള പിശാച് ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതി ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചോദ്യം ഒരാള് ഒറ്റയ്ക്ക് ചോദിച്ചിട്ട് എസ്സോറിനെ ക്വസ്റ്റ്യൻ പറയുന്ന പറഞ്ഞാല് ഈ വിഷയത്തിൽ എന്ത് അറിയാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ ജിന്നിന്റെ വിഷയത്തിൽ എസ്സോറിനെ ക്വസ്റ്റ്യൻ പറയാൻ പറ്റില്ല. മറ്റേ ക്വസ്റ്റ്യനിൽ എസ്സോറിനോ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ശബ്ദം കേൾക്കുന്ന പരിധിയിലെ ജിന്നിനെയോ മലക്കിനെയോ വിളിച്ച ശിർക്കാവൂല എന്ന് ഒറ്റയ്ക്ക് എസ്സോറിനോ പറയുന്നുണ്ടല്ലോ. എങ്ങനെ പറഞ്ഞത്? അല്ല അതെ, അത് മലക്കിനെ പറ്റി മാത്രമല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ എന്നോട് വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, എന്നെ ഒന്ന് സഹായിക്കണേ അല്ലെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണം അത് ശിർക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ശിർക്കാന്ന് എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങളെ ചോദ്യത്തിനനുസരിച്ചാണ് എന്റെ പത്തുവ പറയട്ടെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ചോദിക്കുന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്താ, എനിക്കൊന്ന് ഇതായിട്ട് തരണേ, എന്നെ നിങ്ങൾ സ്വർഗത്തിലെത്തിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന എന്നോട് കാര്യകാരണ ബന്ധത്തിന്റെ അധീനമായി ചോദിച്ചാലും ആ ചോദ്യം എന്താണ്? ശിർക്കാണ്. അതേപോലെ നിങ്ങൾ അടുത്ത ഒരു ചോദിക്കുകയാണ് എനിക്കൊരു 500 രൂപ തന്നെ എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ അത് ജീവിച്ചിരിക്കുന്ന എന്നോട് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാണെങ്കിലും അത് ജായിസാണ്. നിങ്ങൾ ചോദിക്കുകയാണ് എന്നോട് എനിക്കൊരു കത്തി തരണം, എന്റെ വാപ്പാനൊന്ന് കുത്തിക്കൊല്ലാനാണ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യം ഹറാമാണ്. അപ്പൊ ഒരൊറ്റ ചോദ്യത്തിന് 3 ഹുക്കുമാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ജിന്നിനെ വിളിച്ച്, ജിന്നിനാകട്ടെ ശൈത്താനാകട്ടെ അതിനൊക്കെ അപ്പോ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ നമുക്ക് ഒറ്റയ്ക്ക് അയാൾ മുശ്രിക്കനല്ല പറയാൻ പറ്റില്ല. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞ 3 ഉദാഹരണമില്ലേ, അതിൽ ഞാൻ നിങ്ങളോട് 500 രൂപ കടം വേണമെന്ന് ചോദിച്ചില്ലേ, അത് ജായിസാണല്ലോ. അത് ജായിസാണ്. അപ്പൊ ഇതേ ചോദ്യം കാഫിറായ ബാലനോട് ചോദിച്ചാലും ജായിസാണല്ലോ. അതുപോലെ ജിന്നുകളോട് ചോദിച്ചാൽ ശിർക്കാകാത്ത ഒരു വിളി ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നതല്ല ഇസ്തിഹാനത്തുമ്മിനൽ ജിന്നി. ഈ ജിന്നുകളോടുള്ള ഇസ്തിഹാനത്തിനെ പറ്റി സംസാരിച്ചെടുത്ത് തലസി പണ്ഡിതന്മാർ പറഞ്ഞൊരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്റെ മറുപടി അല്ല പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഇസ്ലാമിന്റെ അഭിപ്രായം പറയാൻ പറ്റുമോ സഹോദര? എല്ലാ മൗലവി നിങ്ങളൊരു പണ്ഡിതനല്ലേ, അതുകൊണ്ടല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അല്ല, പണ്ഡിതന്മാരായിട്ട് ഇസ്ലാമിൽ തോന്നിയത് പറയാൻ പാടില്ല, പൂർവികർ പറഞ്ഞല്ലേ നമുക്ക് പറയാൻ പാടുള്ളൂ. തോന്നിയത് പറയണ്ട, പക്ഷെ നമുക്ക് ഇത് ആരോടാ ചോദിക്കണ്ട? പിന്നെ നമ്മളിത് ഞങ്ങൾ വ്യക്തമായി വിവരമുള്ള പണ്ഡിതന്മാരെ ചോദിക്കും. കേരള ജമ്മിയത്തുലമയുടെ പണ്ഡിതന്മാരില്ലേ ഇവിടെ? അവര് പറയുന്നത് അങ്ങനെ വിളിച്ചാലും ശിർക്കുന്നല്ലേ? എങ്ങനെ? അവര് പറയുന്നത് ജിന്നിനെ പരിധിയിലുണ്ടെങ്കിൽ ശരി, പരിധിയിലില്ലെങ്കിൽ ശരി, അത് ശിർക്കാന്ന് അവര് പറയുന്നത്. ആര് പറയണത്? KNMന്റെ ഔദ്യോഗിക വിഭാഗങ്ങളിൽ പറയുന്നത്. അനസ് മൗലവിയിലും പ്രഭാഷണത്തിൽ അതാണല്ലോ പറയുന്നത്. അവരങ്ങനെ പറയുന്നത് പരിധിയിലുണ്ടാലും ശരി, പരിധിയിലില്ലെങ്കിൽ ശരി, ഭൗതികാലും ശരി, അഭൗതിക അങ്ങനെ ജിന്നുകളെയും മലക്കളെയും ഉദ്ദേശിച്ച ശിർക്ക് തന്നെയാണ്. അങ്ങനെയാണ് അവര് പറയുന്നത്. നമ്മളവരെ വാദം കേട്ടെടുത്തോളം അവർ എഴുതി കൊടുത്ത പ്രബന്ധം അനുസരിച്ചൊക്കെ അവർ പറയുന്ന ഇസ്തിഹാനത്തുമ്മിനൽ ജിന്നി ഹറാമല്ല. അല്ല, അത് നിങ്ങളുടെ ഔദ്യോഗിക വിഭാഗത്തിന് ചോദിച്ചൊക്കെ അവരങ്ങനെയാ പറയുന്നത്. അതുകൊണ്ടല്ല നമുക്ക് തർക്കം. അല്ലെങ്കിൽ ഒരു വിഭാഗം ആയിക്കോട്ടെ, നിങ്ങൾ വ്യക്തമായിട്ട് സലഫി പണ്ഡിതന്മാർ, അതായത് ഈ കേരളത്തിന്റെ ജമിയത്തുലമയുടെ ഒരു പരിമിതപ്പെടുത്തണ്ട. ഇത് ശരിക്ക് ഇസ്ലാമിനെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അവഗാഹം നേടിയ മക്കയിലും മദീനയിലുമുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ പൂർവികരായ നമ്മള് സുന്നി ഉസ്താദ്മാർ ഒരുപാട് കാലം നമ്മളെ പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെയുള്ള വാക്കുകളാണ്. ഇത് നിങ്ങൾ പറയല്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ അറിവിന്റെ പരിധി വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞു തന്നു. ഇത് നിങ്ങൾക്ക് തൃപ്തികരല്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ പഠിക്കും. നിങ്ങൾ പഠിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരി. അങ്ങനെയല്ല വേണ്ടത്. അല്ല, എന്നാ വേറൊരു ചോദ്യം കൂടി. നമ്മളിപ്പോ പിന്നെ ഈ മരിക്കുന്ന സമയത്ത് ഹറാമ് പോലും ചെയ്ത് ജീവൻ രക്ഷിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. എങ്ങനെ? ഇപ്പം നമ്മ മരുഭൂമിയിലെ പോകുന്ന സമയം നമ്മളത് പന്നി ഇറച്ചി മാത്രമേ ഇല്ല, കഴിച്ചിട്ടെങ്കിൽ നമ്മ മരിക്കും. അപ്പൊ നമുക്കത് ഹലാലാവുമല്ലോ. അപ്പം അതുപോലെ നമ്മൾ മരുഭൂമിയിലെത്തി ഒരു വഴിയുമില്ല, അപ്പം ജിന്നോ മലക്കിനോടോ സഹായം ചോദിച്ചാൽ അവിടെ ഹറാമാവുന്നില്ലല്ലോ. എങ്ങനെയാണ് നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നത്? കാരണം വിളിച്ചാൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ
അവിടെ വെച്ചുകൊണ്ട് പന്നി മാംസം ഭക്ഷിച്ചാൽ അത് ഹലാലാകുന്ന ആരാ പറഞ്ഞത്? ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറെ ഒരു വഴിയില്ലെങ്കിൽ പറഞ്ഞത്? ഒരു മിനിറ്റ്, അതാരാ പറഞ്ഞത്? ആരാന്ന് വെച്ചാൽ സഹിഹായ ഹദീസൊന്നും നമുക്കറിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എന്നോട് അല്ല, അങ്ങനെയാണെന്നുള്ളത് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ സംഗതി ഇല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞത് എവിടെ ഹദീസുള്ള നമ്പർ പറഞ്ഞത്? അതെയോ? അപ്പൊ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹറാം ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറയുന്നതല്ല. അങ്ങനെ ഹറാം, അതായത് പന്നിമാംസം കഴിക്കാം, അതേപോലെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മദ്യം ഉണ്ടെങ്കിൽ ആ മദ്യം കുടിക്കാം എന്ന് ഹദീസിലുണ്ടെങ്കിൽ ആ ഹദീസിലുള്ളത് ചെയ്യാം. എന്നാ അവിടെ ഹദീസിൽ ജിന്നിനെ പ്രാണരക്ഷാർത്ഥം ഒരു മനുഷ്യന് മരുഭൂമിയിൽ പെടുമ്പോ ജിന്നിനെ വിളിക്കാം എന്ന് റസൂൽ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ ചെയ്യാം. പറഞ്ഞെങ്കിൽ ചെയ്യാമെന്നല്ല. അല്ല, ഈ വാദപ്രകാരം ഹറാമാവുന്ന ആരാ പറഞ്ഞ നേരം? അതെങ്ങനെ? അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞത് പിന്നെ ഇത് കഴിക്കാം, അതായത് പന്നിമാംസം കഴിക്കാം, കല്ല് കുടിക്കാന്ന് പറഞ്ഞു. അത് റസൂൽ പറഞ്ഞതാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല, അത് കിയാസാക്കിയിട്ട് പറഞ്ഞതായിരിക്കും മിക്കവാറും. അതായത് അതെങ്ങനെ നിങ്ങൾ കിയാസാക്കി? ഒരു മിനിറ്റ്, നിങ്ങളെങ്ങനെ കിയാസാക്കി? അതല്ല ഞാൻ ചോദിക്കട്ടെ. നബിസ്വലം പറയാണ് മദ്യമോ അല്ലെങ്കിൽ പന്നിമാംസമോ നിർണായക ഘട്ടത്തിൽ കിട്ടുകയാണെങ്കിൽ അത് കുടിക്കാമെന്ന് തിന്നാമെന്ന് നമുക്ക് ഹുക്കുമുണ്ടല്ലോ. അങ്ങനെ ഒരു ഹുക്കും ദീനിൽ ഉണ്ടെങ്കിൽ അത് പണ്ഡിതന്മാർ റസൂലുള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പന്നിമാംസം മദ്യം ആ നിർണായക ഘട്ടത്തിൽ ജീവൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ വിശപ്പടക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിക്കാം, ആണെങ്കിൽ അങ്ങനെ കഴിക്കാം. പക്ഷെ അവിടെ നിർണായകമായ ഘട്ടത്തിൽ വെച്ചിട്ട് ഒരു രക്ഷയില്ലാതെ വെക്കുമ്പോൾ അവിടെ ജിന്നിനും വിളിക്കാന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ഭൗതിക കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതമായതാണ് ഇതുവരെ പ്രാർത്ഥന എന്ന് മുജാഹിദുകൾ പറഞ്ഞു. പക്ഷെ അത് സൃഷ്ടി കഴിവിനാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞു. അവിടെ നമ്മൾ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഇവിടെ സത്യത്തിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്ന ആളുകൾക്ക് അവരുടെ തേട്ടം അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന അത് കാര്യങ്ങൾക്ക് അതീതമാണ്. അതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ വന്ന്. അത് ഒരു മിനിറ്റ്, അല്ലാതെ ഇങ്ങനത്തെ ഒരു കുസൃതി ചോദിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുകയോ അത് വിശ്വസിക്കാൻ പറയുകയും ആളുകളല്ല. യഥാർത്ഥ വിശ്വാസിക്ക് എല്ലാത്തിനും മറുപടി ഉണ്ടാവും. ഉത്തരം ഇത് ആദർശ വ്യതിയാനം ചോദിച്ച എല്ലാത്തിനും അല്ലെന്നില്ല. ഞാൻ എന്റെ പരിമിതിക്ക് അനുസരിച്ച് ഉത്തരം പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങളിപ്പോ പരിമിതി എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. കാരണം അതൊരു താഴ്മയാണ്. അതെ, അത് ചിലപ്പോൾ എനിക്കറിയാത്ത കാര്യം ഉണ്ടെന്നാ നിങ്ങൾ ഇതിൽ വല്ല തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാല്ലാഹ് അന്വേഷിച്ചിട്ട് നിങ്ങൾ എനിക്ക് തിരുത്തി തന്നെ ഞാൻ തിരുത്തി ചെയ്യും. അല്ല, നിങ്ങൾ ഇന്ന് ഇപ്പൊ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ ആരും ജിന്നുകളെ വിളിച്ചതായിട്ട് തെളിവില്ലാത്തത് കൊണ്ടാണ് അത് ഹറാമാവുക നിങ്ങൾ പറഞ്ഞു. ഹറാമാവെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചെന്താ വെച്ചാല് ഈ മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിൽ ഒരു രക്ഷയില്ലെങ്കിൽ അവര് പന്നിമാംസം കഴിക്കുക, അതേപോലെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി കഴിക്കാന്ന് പറഞ്ഞു. അതേപോലെ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ മരത്തിന് ചിഹ്നം വിളിച്ചാൽ അത് ഹറാമാവൂലല്ലോ. അങ്ങനെ ഒരു ഹുക്കും നിങ്ങൾ ഇഹ്തിയാദ് ചെയ്യാണെങ്കിൽ നമുക്കൊന്നും പറ്റൂല. അത് ആരാ അങ്ങനെ പറഞ്ഞത്? അത് നിങ്ങളിപ്പോ മറുപടി പറഞ്ഞു, ഞാൻ കേട്ടു. ഞാൻ ആ വിഷയമല്ല ഞാൻ പറഞ്ഞു, അത് മാറി, ആ വിഷയം വിട്ടു. നിങ്ങൾ ഇന്നലെ പറഞ്ഞത് മനുഷ്യ കഴിവിന് അതീതപ്പെട്ട് മാത്രമല്ല ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി കഴിവിന് അതീതമുള്ളതാണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞു. യാ ഇബാദുള്ള അയ്യനിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടത് ഷിർക്കാവാത്തതിൽ നിങ്ങൾ കാരണം പറഞ്ഞത് അത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഭൗതിക കാര്യങ്ങൾക്കാണ് ചോദിക്കുന്നത്. അഭൗതികം ചോദിച്ച ഷിർക്ക് തന്നെ നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പട്ടിയോട് ഒന്ന് മണം പിടിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഹറാമെന്ന് പറയില്ലല്ലോ, ഷിർക്കല്ല. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ജിന്നുകളെയും മലക്കുകളെയും വിളി ഹറാമാവുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. അല്ലെ, ഞാൻ മാതൃകയില്ല. അപ്പം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ ആനയോട് തടി പിടിക്കണേന്ന് പറഞ്ഞാൽ തെളിവില്ല. അപ്പൊ ഞാൻ ആനയോട് തടി പിടിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹറാമാവോ? ഇല്ല, ഹറാമാവൂല. അപ്പൊ നിങ്ങളെങ്ങനെ ചോദിക്കുന്നത്? ഒരു മിനിറ്റ്, നിങ്ങളിപ്പോ ഇവിടെ വിശദീകരിക്കുന്ന കാര്യമില്ല. നമ്മൾ മനുഷ്യ സൃഷ്ടി കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന വാദം നമുക്ക് ഉണ്ട്. അപ്പൊ ആ വാദം ഉണ്ട്. അത് മനുഷ്യ കഴിവിന് അതീതം സൃഷ്ടി കഴിവിന് അതീതം എന്നൊക്കെ പറഞ്ഞാലും കാര്യകാല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മൾ ചോദിക്കുന്ന വിഷയത്തിലാണ് പറഞ്ഞത്. അപ്പൊ അതിലിപ്പോ നമ്മൾ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുന്ന വിഷയം, അതേപോലെ തന്നെ ഈ പോലീസായ കൊണ്ട് മണം പിടിപ്പിച്ച് കുറ്റവാളി പിടിക്കുന്നത് നമ്മൾ ശിർക്കാണെന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. ഇല്ല, അത് അങ്ങനെയല്ല. അത് നിങ്ങൾ ഹലാലാണെന്ന് ജായിസാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ്? അത് റസൂൽ സാഹബത്തെ ചെയ്തില്ല. അതൊരു കോമൺ സെൻസുള്ള മനുഷ്യർ. അതുപോലെ പറഞ്ഞത് ഇപ്പം മലക്കും മനുഷ്യനും പട്ടിയും ആനയും എല്ലാം ഭൗതിക ജീവികളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, റസൂലും സഹാബികളും ചെയ്യാത്തത് കൊണ്ട് മലക്കിനെയും ജിന്നുകളെയും വിളിച്ചാൽ ഹറാമും. അപ്പൊ റസൂലോ സഹാബികളോ ആനയോട് തടി പിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതങ്ങനെ അപ്പൊ ജായിദാന്നത് ഹറാമാണ്ട്? സമ്മതിക്കണം. മലക്കും ജിന്നും ആനയും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ അപ്പൊ മൊബൈലിൽ സംസാരിക്കൽ ഹറാമാവില്ല. കാരണം ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ. ഈ മനുഷ്യന്
അദൃശ്യമാണ് എന്നുള്ളതും പിന്നെ നമ്മളെ അവർക്ക് അള്ളാഹു താഴെ നിശ്ചയിച്ച രൂപത്തിൽ മലക്കുകളെ സഹായത്തിന് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ മുസ്ലിങ്ങളായ നമുക്ക് അവരോട് മലക്കുകളോട് അങ്ങോട്ട് സഹായം ചോദിക്കാനോ അതേപോലെ തന്നെ ജിന്നുകളോട് അങ്ങോട്ട് സഹായം ചോദിക്കാനോ പിശാചുക്കളെ സഹായികളായി നമുക്ക് ഇങ്ങോട്ടോ വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ, മലക്കുകളോടും ജിന്നുകളോട് സഹായം ചോദിക്കാനോ പിശാചുക്കളുടെ സഹായം ഇങ്ങോട്ടോ വെച്ചിട്ടില്ല. മലക്കുകളെയും ജിന്നുകളോട് സഹായം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. മലക്കുകളെയും ജിന്നെയും നമ്മ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ അള്ളാഹു സഹായിയാക്കിയിട്ടുണ്ടോ? ജിന്നിലല്ല, മലക്കുകൾ അള്ളാഹു നമ്മൾ വിളിച്ച് തേടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിളിച്ചാലും വെച്ചിട്ടില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലുണ്ട്. അതുകൊണ്ട് പറയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ല. ഹദീസ് ദുർബലമാണ്. ആയിക്കോട്ടെ, അള്ളാഹു റസൂൽ അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഹറാം എന്ന് പറഞ്ഞതിന്റെ ന്യായമാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഹറാം വരികയെന്ന് എനിക്ക് തോന്നുന്നത്. ജിന്ന് ശബ്ദം കേൾക്കുന്ന പരിധിയില്ല, ജിന്നുകളോട് സഹായം ചോദിച്ചാൽ അങ്ങനെ ഹറാമാണ്, അനുവദനീയമല്ല. കാരണം ഭൗതികമായിട്ടല്ല ഞാൻ തേടുന്നത്. ഭൗതികമായ സഹായം തട്ടത്തിന് റസൂലുള്ളാഹിന്റെ പിന്തുണ വേണ്ടല്ലോ. ആനയോട് തടി പിടിക്കാൻ